ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്നൊരു നൈറ്റ് വാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇത്ര നേരം എൻ്റെ അമ്മായിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് രാത്രി പൊക്കോണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിരുന്നതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തതാണ്. എൻ്റെ കൂടെ ആളുകളുണ്ട്, വാപ്പിയും ഉമ്മയും പിന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററും ഉണ്ട്. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഓവറൊക്കെ ചെയ്യുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ടും ചെയ്യണം. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കുക കേട്ടോ. ഈ കാണുന്നതാണ് എൻ്റെ അമ്മായിയുടെ വീട്. അതാണ് അമ്മായിയുടെ മോള്. ഇവരുടെ തറ കെട്ടിയിട്ടേക്കാണ്, ഇനി ബെൽറ്റ് വാർക്കാനേ ഉള്ളത്. ഞങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം എൻ്റെ അനിയൻ കൊച്ചാപ്പ വന്നിട്ടുണ്ടായിരുന്നു, വാപ്പയുടെ കൊച്ചാപ്പ. അപ്പം കൊച്ചാപ്പയൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയപ്പോൾ അവനും അവരുടെ കൂടെ പോയി. അപ്പം ഇവിടുന്ന് അത്രയും ദൂരമൊന്നുമില്ല കേട്ടോ. ഈ കാണുന്ന വീടിൻ്റെ ഇച്ചിരി ഉള്ളൂ. നമ്മൾ നടന്നുകൊണ്ടേയിരിക്കും. എൻ്റെ മദ്രസ ഇവിടെ അടുത്താണ്, ഇച്ചിരി പോയാൽ മതി. എൻ്റെ വീടിൻ്റെ നേരെ കാണുന്നത് മദ്രസയാണ്, ഇച്ചിരി നടന്നു പോയാൽ മതി. അപ്പം ഞാനും എൻ്റെ മൂത്താപ്പാടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ രണ്ട് മൂത്താപ്പാടെയും ഞങ്ങളുടെ വീടും അവിടെയായിരുന്നു. അപ്പോൾ അമ്മയുടെ വീട് മാത്രം പക്ഷേ അവിടെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ ഇപ്പോൾ അൽഫ റോഡ് കഴിയാറായിട്ടോ. നമ്മളിപ്പോൾ കഴിയും. അൽഫ റോഡ് കഴിഞ്ഞ് റോഡെത്തി. നമ്മുടെ കുറച്ചും കൂടി പോയി കഴിയുമ്പോൾ നമ്മുടെ മദ്രസ എത്തും. ഞാൻ എന്നെ തന്നെ ഫസ്റ്റ് പരിചയപ്പെടുത്ത. എൻ്റെ പേര് ഫാത്തിമ മിന, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ എൻ്റെ വാപ്പയുടെ പേര് നിഷാദ്, ഉമ്മയുടെ പേര് സഫ്ന, പിന്നെ എൻ്റെ അനിയൻ്റെ പേര് ഫഹദ് ഇബ്രാഹിം എന്നാണ്. എനിക്ക് ആകെ ഒരു അനിയനുള്ളൂ, ഞാനാണ് മൂത്തത്. അവനിനി 1ലേക്കാണ്, ഞാനിനി 5ലേക്കുമാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ മദ്രസ. അതിൻ്റെ പേര് ഹിദായത്തു സിബിയാൻ മദ്രസ എന്നാണ്. അപ്പോൾ ഈ കാണുന്നതാണ്, ഈ ഓട്ടോറിക്ഷ എടുക്കുന്നതാണ് എൻ്റെ അമ്മായിയുടെ വീട്. ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ അവിടെ കയറിയിട്ടോ. ഇപ്പോൾ കയറിയിട്ട് ഇറങ്ങി. ഇനി നമുക്ക് വീട്ടിലേക്ക് ഇച്ചിരിയും കൂടി ഉള്ളൂ. നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നീ നടന്ന് പോകുക നീണ്ട നീണ്ട പാതയിൽ ഒരേ പോകുന്നതാട്ടെ എൻ്റെ അനിയൻ. റെഡ് വീണിട്ട് ഓടാണ് അവൻ. ഇപ്പം നല്ല ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ട്, ചെറുതായിട്ട് പൊടിയാണ്. നമുക്കപ്പോൾ വീട്ടിലേക്ക് പോകാൻ, അതാണ് അവൻ അങ്ങനെയൊക്കെ കാണിക്കണത്. ഞങ്ങളെ കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നില്ലേ കൂടെ, ആയിത്താത്തോടെ വീടെത്തിയപ്പോൾ അങ്ങോട്ട് കയറി. ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു മഴ ചെറുതായിട്ട് പൊടിഞ്ഞാൽ മതി, അപ്പം തന്നെ ഒരു ആഗ്രഹമല്ല മഴയത്ത് കഴിക്കണമെന്ന്. നമ്മൾ എത്താറായി. അനിയന് ഇപ്പം തന്നെ എത്തും, അവന് ഓടിപ്പോയി. ആ ചീറ്റിട്ട വീടിൻ്റെ നേരെയാണ് ഞങ്ങളുടെ വീട്. ഈ വെള്ളമതിലാണ് ഞങ്ങളുടെ വീട്. നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം അത്ര ലേറ്റൊന്നും ഇട്ടല്ല. അപ്പം അത്ര ഉള്ളൂ. ബൈ ബൈ, നമ്മൾ പോവുകയാണ്.